सुन लीजिए, असम में चाइल्ड मैरिज नहीं होने दूंगा जब तक मैं जिंदा हूं। हम होने नहीं दूंगा जब तक हिमंता बिश्व शर्मा जिंदा है, जब तक असम में चाइल्ड मैरिज नहीं होगा। आप सुन लीजिए, আপোনালোকে বহকচোন আগতে, আপোনালোকে বহক, আপোনালোকে কৈয়ে আছে দেখোন, মইতো আপত্তি কৰা নাই। আপোনালোকে কৈ থাকক একেবাৰতে দুজনে। আৰু পইণ্ট ব্লেংক শুনি লওক, মুছলমান সমাজৰ বাচ্চা ল'ৰা ছোৱালীক লৈ আপোনালোকক বিজনেছ কৰিব দিয়া নহ'ব। এইটো আপোনালোকে বুজি লওক, আপোনালোকে বুজি লওক। আৰু আপোনালোকক मैं आप लोगों को पॉलिटिकली चैलेंज करना चाहता हूँ। 2026 सन का पहले मैं ये दुकान बंद कर दूंगा, ये दुकान मैं बंद कर दूंगा। നമസ്കാരം. ഹിമന്ത ബിശ്വ ശർമ്മയുടെ വ്യക്തമായ തീരുമാനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കത്തി നിൽക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്കുകൾ. ഞാൻ ജീവനോടിരിക്കുന്ന കാലം വരെ അസമിൽ ബാലവിവാഹം നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിം മാരേജ് ആക്ട് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ടുള്ള ചർച്ചയിൽ ഏറ്റവും ശക്തമായി നിന്ന മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ. 1935 മുസ്ലിം വിവാഹ നിയമം, വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം എന്നിവ റദ്ദാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ കോൺഗ്രസും AIUDFും നിയമസഭ ബഹിഷ്കരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ നിലപാട് ഹിമന്ത ബിശ്വ ശർമ്മ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ശൈശവ വിവാഹം എന്ന സാമൂഹിക വിപത്ത് അവസാനിക്കുന്നതിന്റെ ഭാഗമായി 1935 നിയമം റദ്ദാക്കാനുള്ള തീരുമാനത്തിന് അസം മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. 1935 മുസ്ലിം വിവാഹ നിയമം ഉപയോഗിച്ചാണ് പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. ഈ നിയമത്തിന്റെ കീഴിൽ 94 മുസ്ലിം രജിസ്ട്രാർമാർ സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നു. ശൈശവ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തിരുന്നത് ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. നിയമം റദ്ദാക്കിയതോടെ ഇനി വിവാഹമോ വിവാഹമോചനമോ ഇവർക്ക് സാധ്യമല്ല. ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായിരുന്നു അസം സർക്കാരിന്റെ തീരുമാനം. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനോഭാവമാണ് BJPയിലെ ഓരോ നേതാക്കൾക്കുമുള്ളത്. തന്റെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങി മുന്നേറുകയാണ് ഹിമന്ത ബിശ്വ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.